കർത്താവിന്റെ അതിപരിസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായി ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയേറെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവനിശ്ചിതയ്ക്ക് ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങൾ. ഇനി പകൽ തരുന്നതിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുവാകുന്നു. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മാഞ്ഞു പോകുകയില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ ദുഃഖകാലം തീർന്നു പോകും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിന് വായിക്കുമ്പോൾ യെശയ്യാ പ്രവാചകൻ ഈ 60-ാം അധ്യായത്തിൽ വളരെ മഹത്തായ അല്ലെങ്കിൽ വളരെ ശ്രേഷ്ഠമായ ചില തിരുവെഴുത്ത് ദൂതുകളെയാണ് നമുക്ക് കൈമാറുന്നത്. ഇതിന്റെ 1-ാം വാക്യം വായിക്കുന്നത് തന്നെ എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു എന്ന് തുടങ്ങി അന്ധകാരം ഭൂമിയെ കൂരിട്ട് ജാതികളെ മൂടുന്നു. നിന്റെ മേൽ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും എന്ന ഒരു വലിയ വാഗ്ദത്ത വചനമായത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം കർത്താവിന് വേണ്ടി ആരെല്ലാം എഴുന്നേറ്റ് പ്രകാശിക്കുന്നു അവരുടെ മേൽ ദൈവം തന്റെ പ്രകാശമായി മാറി, ദൈവം തന്നെ അവർക്ക് തേജസ്സായി മാറും. നമ്മൾ എഴുന്നേറ്റ് പ്രകാശിക്കാൻ തയ്യാറാകും. അന്ധകാരം ഭൂമിയും കൂരിട്ട് ജാതികളെ മൂടുമ്പോൾ ഇന്നത്തെ സാഹചര്യം അതാണ്. ഭൂമി മുഴുവൻ അന്ധകാരം, ഭൂമി മുഴുവൻ കൂരിട്ടാണ്. അതുകൊണ്ട് മനുഷ്യൻ ജീവിതത്തിൽ നിലയില്ലാ കയത്തിൽ മുങ്ങിത്താഴുന്നത് പോലെ മനുഷ്യൻ തകർന്നുകൊണ്ടിരിക്കുക. ആത്മീയ മേഖല പരിശോധിച്ചാലും രാഷ്ട്രീയ മേഖല പരിശോധിച്ചാലും ജീവിത സാഹചര്യങ്ങൾ ഏത് മേഖലയിലൂടെ നാം പരിശോധന നടത്തിയാലും എല്ലാം അന്ധകാരവും കൂരിട്ടുമാണ്. ദൈവത്തിന്റെ പ്രകാശവും ദൈവിക തേജസ്സും നഷ്ടപ്പെട്ടു പോയ ഈ ഭൂമിയിൽ മനുഷ്യൻ പാപത്തിന്റെ പാപാന്തകാരത്തിൽ വീണ് ദൈവമായി യാതൊരു ബന്ധവുമില്ലാതെ തകർന്നടിഞ്ഞ് കിടക്കുന്നൊരു കാലഘട്ടത്തെയാണ് നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം അമിസാചനത്തിന് വാഗ്ദത്തം കൊടുക്കും പറഞ്ഞ് യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു പറയുന്നത്. ഇവിടെ സ്തോത്രം 1-ാം വാക്യം നമ്മൾ വായിച്ചത് അന്ധകാരം ഭൂമി കൂരിട്ട് ജാതികളും മൂടുന്നു. അപ്പൊ അന്ധകാരം നിറഞ്ഞ ഭൂമി പ്രകാശിക്കുവാൻ ദൈവം നമ്മോട് പറയുക, പ്രവാചകനോട് നമ്മൾ സംസാരിക്കുക. അല്ലേ? അപ്പൊ യഹൂദ ജനം പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന് കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷവും പ്രകാശവുമാണ് ഈ 1-ാം വാക്യത്തിൽ വിശദമാക്കുന്നത്. മശിഹായുടെ തേജസ് അല്ലെങ്കിൽ അവരുടെ മേൽ പ്രകാശിക്കുന്നത്. അല്ലെങ്കിൽ അതുകൊണ്ട് അന്ധകാരം ഭൂമിയും കൂരിട്ട് ജാതികളെ മൂടുമ്പോൾ ദൈവ തേജസ് വരുമ്പോൾ അത് മാറിപ്പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പം വിവിധ ദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ ജനം ചിതറിപ്പോയ പല ഭാഗങ്ങളിൽ നിന്നും അവരെ ഒന്നിച്ച് കൂട്ടിച്ചേർത്ത് അവർ ദൈവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ അന്ധകാരം മാറി ദൈവം അവർക്ക് നിത്യപ്രകാശമായി മാറും. ഈ വചനത്തിനകത്ത് തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം അല്ലെങ്കിൽ 6 മുതൽ 22 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രാവ് പോലെ പറന്നു വരുന്ന ഇസ്രായേൽ ജനത്തെ കുറിച്ചാണ് പറയുന്നത്. പ്രാവ് പോലെ പറന്നു വരുന്ന ഇസ്രായേൽ ജനത്തെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ചരിത്രഭാഗം കൂടെ നിങ്ങളിത് വായിച്ചു കേൾപ്പിക്കാം. ഈ 8-ാം വാക്യത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇസ്രായേൽ ജനം പ്രാവുകളെ പോലെയും മേഘം പോലെയും പറന്നു വരുമെന്ന് പ്രവാചകൻ വിചരിക്കുകയാണ്. ഈ വിമാനങ്ങളും ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് യെശയ്യാ പ്രവാചകൻ ഇത് പറഞ്ഞത്. വിവിധ രാജ്യങ്ങളിൽ ചിതറിക്കിടക്കുന്ന ജനം പ്രാവുകളെ പോലെ മേഘം പോലെ പറന്നു വരുമെന്ന്. ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് നൂറ്റാണ്ടുകളോളം ലോകം നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ 1948 ഇസ്രായേൽ രാഷ്ട്രമായി രൂപീകൃതമായ ശേഷം അനേക രാജ്യങ്ങളിൽ നിന്നും യഹൂദന്മാർ ഇസ്രായേലിലേക്ക് വിമാനങ്ങളിൽ പറന്നെത്തി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതാണ് ഇസ്രായേൽ ജനം പറന്നു വരുമെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. സ്തോത്രം. അല്ലേ? അപ്പം വിമാനങ്ങളിൽ മനുഷ്യർക്ക് പറക്കുവാൻ കഴിയുമെന്ന് സ്വപ്നം കാണുവാൻ പോലും കഴിയാതിരുന്ന കാലഘട്ടത്തിലാണ് പ്രവാചകൻ ഈ വാഗ്ദത്തം നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം 16-ാം വാക്യത്തിൽ ഹല്ലേലൂയ, നീ ജാതികളിലെ പാൽ കുടിക്കും എന്നും രാജാക്കന്മാരുടെ മുല കുടിക്കുമെന്നും പറഞ്ഞാൽ അവരാൽ ഇസ്രായേൽ ജനം പോഷിക്കപ്പെടും എന്നാണ് അത് അർത്ഥമാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മശിയുടെ
ഭരണകാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ വരുന്ന സമ്പൂർണമായ മാറ്റത്തെക്കുറിച്ചാണ് തുടർന്ന് അല്ലൊരിയ 17 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവിൽ ദൈവസഭയെ എടുത്ത് അന്തിക്രിസ്തുവിന്റെ ഭരണം 7 വർഷത്തിന് ശേഷമായി കർത്താവായ യേശു ക്രിസ്തു തന്റെ വിശുദ്ധന്മാരുമായി ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ചയ്ക്ക് വരുമ്പോൾ, 1000 ആണ്ട് ഭൂമിയെ ഭരിക്കാൻ വരുമ്പോൾ ഈ ഭൂമിയിൽ അന്ധകാരം കാണത്തില്ല, കൂരിട്ട് കാണത്തില്ല. ഇവിടെ ജാതികളാൽ നിറയപ്പെട്ട പ്രശ്നം കാണാത്ത തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും കാണത്തില്ല. ഇന്ന് നാം മത്സരികളായിരിക്കുന്ന ഗവൺമെന്റ് കാണത്തില്ല. അഴിമതി കരിജത്തെയും പുകഴ്ത്തിവെപ്പും പിടിച്ചുപറിയും കൊണ്ട് ഭീകരതയും പീഡനങ്ങൾ കൊണ്ടും ബലാത്സംഗം കൊണ്ടും നിറയപ്പെട്ട ഈ ഭൂമിയിലുള്ള സകല ഭരണ സംവിധാനങ്ങളും തകർന്ന് ഉടഞ്ഞു പോകും. യേശുക്രിസ്തുവിന്റെ കാലഘട്ടം സഹസ്രാബ്ദം ആഴ്ചയിൽ നമുക്ക് സന്തോഷമായിരിക്കുമെന്ന്. അപ്പൊ ഈ ഭൂമി മശിക ഭരിക്കുന്ന കാലഘട്ടത്തിൽ, മശികയുടെ കാലഘട്ടത്തിൽ അത്രയും സന്തോഷം നമുക്കുണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തു നമ്മെ നിത്യതയിലേക്ക് ചേർക്കുന്ന കാലഘട്ടത്തിൽ അതിനേക്കാൾ വലിയ സന്തോഷമാണ്. അതിനേക്കാളും വലിയ സന്തോഷം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് അത് വെളിപ്പാട് പുസ്തകത്തിലാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം ഹല്ലേലൂയ, അതിന്റെ സ്തോത്രം 1 തൊട്ട് 5 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം കർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഉരുകി സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധി തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ തന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണം ഉണ്ടാകില്ല, ദുഃഖവും മുറവിടിയും കഷ്ടവും ഇനി ഉണ്ടാകുകയില്ല എന്ന തിരുവെഴുത്ത് പറയാം. ഇത് നിത്യതയിൽ നമ്മൾ അനുഭവിക്കുന്ന, ഇന്ന് ഭൂമിയിൽ അനുഭവിക്കുന്ന ഒരു കഷ്ടങ്ങളും കാണത്തില്ലെന്ന്. ഇവിടെ അന്ധകാരങ്ങൾ കൊണ്ടും കൂരിട്ട് കൊണ്ടും മൂടപ്പെട്ട് ഈ ഭൂമിയിൽ നാം കഷ്ടങ്ങൾ സഹിക്കുമ്പോൾ മശിഹയുടെ കാലഘട്ടത്തിൽ മശിയോടുകൂടി നാം 1000 ആണ്ട് വാഴ്ചയിൽ പങ്കാളികളായി തുടർന്ന് നമ്മൾ നിത്യതയിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് ലഭിക്കാൻ പോകുന്ന വലിയ സന്തോഷത്തെക്കുറിച്ചാണ് ഇവിടെ ദൈവവചനം പറയുന്നത്. ഇത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, മരണം ഇനി ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ കണ്ണുനീർ തുടയ്ക്കുമെന്ന് പറഞ്ഞാൽ ഇതുവരെ കണ്ണുനീര് കാരണം കണ്ണുനീരിന് കാരണക്കാനായിരുന്ന സാത്താനെയും കൂട്ടരെയും തീപ്പൊയ്യിൽ തള്ളിയിട്ട് കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് എല്ലാവരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടയ്ക്കപ്പെടും. അപ്പൊ മനുഷ്യനെ കണ്ണുനീരിലേക്ക് നയിക്കുന്ന ആരാണ്? സാത്താനാണ്. സകല കണ്ണുനീരും നമ്മുടെ ഉള്ളിൽ കൊണ്ടുവന്ന കണ്ണുനീരിന്റെ അനുഭവത്തിലൂടെ കുടുംബത്തെ നയിക്കുന്ന, ദേശത്തെ നയിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് സാത്താനെ വ്യാപരിക്കുന്നതാണ്. അതുകൊണ്ട് സാത്താനെയും കൂട്ടരെയും യഹോവയായ ദൈവം അല്ലിയ പ്രവാചകനോട് പറഞ്ഞതുപോലെ പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ സാത്താനെ അവന്റെ കൂട്ടാളികളെയും തീപ്പൊയ്യിൽ തള്ളിയിട്ട് കഴിയുമ്പോൾ പിന്നെ നമുക്ക് കണ്ണുനീരുണ്ടാകത്തില്ല, ദുഃഖവും മറുപടി ഉണ്ടാകുകയില്ലെന്ന് പറയുക. അതിനാൽ പുതിയ യെരൂശലേം എന്ന നഗരത്തിൽ നിസ്തുല്യമായി നിസ്തുലത നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണം. ഇവിടുത്തെ കഷ്ടങ്ങളല്ല നമ്മൾ വേദനിക്കേണ്ടത്, വരാൻ പോകുന്ന നല്ലൊരു അനുഭവമുണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത. അതുകൊണ്ടാണ് വേദപുസ്തകം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന വിശുദ്ധ തിരുവെഴുത്തിൽ വായിക്കുന്ന പോലെ നമുക്ക് വരാൻ പോകുന്ന നിത്യമായ രാജ്യത്തിൽ നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്ന, മുറവിളിയില്ലാത്ത, ദുഃഖമില്ലാത്ത, സന്തോഷത്താൽ നിറയപ്പെട്ട്, സമാധാനം കൊണ്ട് നിറയപ്പെട്ട് ദൈവത്തെ നിരന്തരമായി ആരാധിക്കുന്ന ഒരു വലിയ അനുഭവം നമുക്കവിടെ ഉണ്ടാകുന്നു. അപ്പം മരണം ഉണ്ടാകില്ല. ഇപ്പൊ സഹസ്രാബ്ദം അവസാനിക്കുന്നത് വരെ ഭൂമിയിൽ മരണം ഉണ്ടാകുകയില്ല. പുതിയ ഭൂമിയുടെ ആവിർഭാവം മുതൽ മരണം ഉണ്ടായിരിക്കുകയില്ല. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യിൽ തള്ളിയിടുന്നത് മൂലമാണ് ഇനി മരണം ഉണ്ടാകില്ല എന്ന് പറയുന്നത്. എല്ലാം ദൈവം പുതിയതാക്കുക. അതാണ് കഥ പറഞ്ഞത്, ഞാൻ സകലതും പുതിയതാക്കുന്നു. ഹല്ലേലൂയ. സകലതും പുതിയതാക്കുന്നു എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. മുമ്പ് എന്തിനെല്ലാം നമ്മൾ ഭാരപ്പെട്ടോ, എന്തിനെല്ലാം നാം നിലവിളിച്ചോ, എന്തിനെല്ലാം നാം കണ്ണുനീരൊഴുക്കും, അതിനെയെല്ലാം പുതിയതായി തരുമെന്ന് ദൈവവചനത്തിൽ നിന്ന് കാണാൻ കഴിയും. ഞാൻ ഈ ഭാഗങ്ങൾ വായിച്ചത് നിർത്തുമ്പോൾ ഇതുപോലെ എന്നെ കേൾക്കുന്ന സ്നേഹിത, സ്തോത്രം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 22-ാം അധ്യായത്തിലും അല്ലെങ്കിൽ അതിന്റെ 1 തൊട്ട് തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നുണ്ട്,
ഹല്ലേലൂയ. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവനെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധ ഫലം കായ്ച്ച് മാസത്തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിലെ ജാതികളുടെ രോഗശാന്തിക്കൊന്നും യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാട് സിംഹാസനത്തിൽ ഇരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ അത് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെയെല്ലാം നമുക്ക് വരാൻ പോകുന്ന സന്തോഷത്തെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ നാം ഈ ഭൂമിയിൽ കൃപായുഗത്തിലായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജാതികൾ ദേശത്തെ കൈയടക്കിയിരിക്കുന്നു. സാത്താൻ ദേശത്തെ കൈയടക്കുകയും സകല ലോകവും ദുഷ്ടന്റെ അതിൽ കിടക്കുന്നു എന്നാണ് 1 യോഹന്നാന്റെ ലേഖനം 5:19 വായിക്കുന്നത്. അപ്പം സകല ഭരണ സംവിധാനങ്ങൾ, സകല ലോകങ്ങളും, സകല ഭരണാധികാരികളും, സകല ജനങ്ങളും ദുഷ്ടന്റെ അധീനതയിൽ എന്ന് പറഞ്ഞ വരുമ്പോഴത്തേനും പിശാച് പലതും നമുക്ക് തന്ന് നമ്മെ മയക്കി അവന്റെ വശത്താക്കിയിട്ട് പിന്നെ അവൻ നമുക്ക് നേരെ തന്ത്രങ്ങൾ വരെയാൻ തുടങ്ങും. പ്രൈസറോ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാ, നീ ഈ ഭൂമി ജീവിക്കുമ്പോൾ പിശാച തന്ത്രങ്ങൾ കുടുങ്ങിപ്പോകരുത്. സാത്താന്റെ കയ്യിൽ നീ കുടുങ്ങിപ്പോകരുത്. യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ ദൈവം നിന്റെ തേജസ്സുമാണ് തിരിച്ചറിവിലൊക്കെ ഉണ്ടായിരിക്കണം. കാലാകാലങ്ങൾക്ക് മുമ്പേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചെറിപ്പോയി ഇസ്രായേലിനെ ദൈവം മടക്കി ഇസ്രായേലിലേക്ക് വിമാനത്തിൽ പറത്തിക്കൊണ്ടുവന്നു. ഹല്ലേലൂയ, സ്തോത്രം. വാഗ്ദത്തങ്ങൾ നിറവേറി ഇസ്രായേൽ ഒരു ജാതിയായിരിക്കുക. അതുകൊണ്ട് ഇസ്രായേലിനെ തകർക്കുവാൻ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം എഴുതിട്ടിട്ടും ഇസ്രായേലിനെ തകർക്കാൻ കഴിയുന്നില്ല. ഇസ്രായേൽ എന്ന് പറയുന്ന ആ ചെറിയ രാജ്യം, ഇസ്രായേൽ എന്ന് പറയുന്ന ചെറിയ രാജ്യം, കേരളത്തിന്റെ പകുതി പോലും ഇല്ലെന്നാ പറയുന്നത്. കേരളത്തിന്റെ പകുതി പോലും ഇല്ലെന്ന് പറഞ്ഞ ചെറിയ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ വൻ രാജ്യങ്ങളായി മാറിയിരിക്കുന്നു. അത്ര ശക്തമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ജനമാണ്. ഇസ്രായേലിന്റെ മേൽ ഒരു കൂട്ടനെ ദൃഷ്ടിവെക്കാൻ കഴിയില്ല. കാരണം അവർ ദൈവത്തിന്റെ വാഗ്ദത്ത മക്കളാണ്. വാഗ്ദത്ത അവർക്കുള്ളതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, അന്ധകാരം ഭൂമിയിൽ കൂരിട്ട് ജാതികളെ മൂടും. നിന്റെ മേൽ എപ്പോഴും തേജസ് ഉദിച്ചിരിക്കുന്നു പറയുമ്പോൾ ഈ ഭൂമി നീ ജീവിക്കുമ്പോൾ തന്നെ കർത്താവായ യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുത്ത് നിന്നെ സമർപ്പിച്ച് നിന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കഴിയുമ്പോൾ ഈ അന്ധകാരം നിറഞ്ഞ ഭൂമിയിൽ കൂരിട്ട് നിറഞ്ഞ ഭൂമിയിൽ ദൈവം നിനക്ക് പ്രകാശവും തേജസ്സുമായിരിക്കും. ഹല്ലേലൂയ. ലോകം നിന്റെ കണ്ണുനീര് തുടക്കത്തില്ല. ലോകം നിന്റെ ദുഃഖം കാണാൻ വരത്തില്ല. നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ, നിന്റെ സങ്കടങ്ങൾ കാണുവാൻ, നിന്റെ വിഷയങ്ങളെ അറിയുവാൻ, നിന്റെ കുടുംബത്തെ പരിപാലിക്കുവാൻ, നിന്റെ കുടുംബത്തെ സംരക്ഷിക്കുവാൻ യേശുക്രിസ്തുവിനെ മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് മശിഹായുടെ സഹസ്രാബ്ദ വാഴ്ചയിലും തുടർന്ന് സാത്താനെ തീപ്പൊയ്യിലേക്ക് തള്ളിയിട്ട് നമുക്ക് പുതിയ യെരൂശലേം എന്ന ദൈവ ആ വാഗ്ദത്തത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അവിടെ നമുക്ക് ആനന്ദത്തിന്റെ ദിവസങ്ങളായിരിക്കും, സന്തോഷത്തിന്റെ ദിവസങ്ങളായിരിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഇവിടെ നീ നിരാശപ്പെട്ടു പോകരുത്. പ്രത്യാശയോടെ ജീവിക്കണം. വ്യക്തം ചെയ്യണം. ഈശോ, നമ്മൾ പ്രത്യാശയോടെ ജീവിക്കണം. ഹല്ലേലൂയ. നമ്മൾ കർത്താവിന് വേണ്ടി നിലനിന്ന് കൊടുക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദൈവദാസൻ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്ത് യേശുവിനെ പ്രസംഗിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തെ ജയിലിലടച്ചു. അദ്ദേഹം കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ജയിലിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ പ്രകാശിച്ച ഹല്ലേലൂയ യഹോവ അദ്ദേഹത്തിന് നിത്യപ്രകാശവും നിന്റെ ദൈവന്റെ തേജസ്സുമായി ദൈവത്തെ തേജസ്സുമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും തന്റെ ഉള്ളിലെ ആത്മഭാരത്താൽ സുവിശേഷം പറയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ വീട്ടിൽ വലിയൊരു കൂടിവരെ, ഒരു 150 പേര് കൂടുന്ന കൂടിവരെ, അദ്ദേഹം ഒരു പള്ളി വേണം. അദ്ദേഹത്തിന് എന്ത് ചെയ്തു? സുവിശേഷ വിരോധികൾ പാഞ്ഞെടുത്ത് ആലയം തകർത്തു.
ആ സഭയിലുണ്ടായിരുന്ന ക്രൂരമായി പീഡിപ്പിച്ചു, മാത്രമല്ല ഉപദ്രവിച്ചു. അദ്ദേഹം ദൈവദാസനെ ജയിലിലടച്ചു. എന്നിട്ടും അദ്ദേഹത്തിന്റെ ഒരു കെട്ടടങ്ങാത്ത സുവിശേഷതാകം നിൽക്കുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ലോകം നിനക്ക് പ്രതികൂലമായി, ലോകം നിനക്ക് തടസ്സമായി തന്നെ നിന്റെ രക്തം ഒഴുക്കേണ്ടി വന്നാലും സുവിശേഷം എന്ന് പറയാൻ ദാഹം, ആത്മീയ ദാഹം, ആത്മാക്കളെ കുറിച്ചുള്ള ദാഹം നിന്റെ ഉള്ളിൽ നിന്ന് പോകാതെ നീ സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി അന്ത്യത്തോളം നിൽക്കണം. സകല മേഖലയും പ്രതിസന്ധികളാണ്. നോക്കിയാട്ടല്ലരിയ. മനുഷ്യന് എന്ത് സംരക്ഷണമാണ് ഈ ഭൂമിയിലുള്ളത്? മനുഷ്യന് ഒരു സംരക്ഷണവുമില്ല. ഇവിടുത്തെ വനത്തിൽ കിടക്കുന്ന കാട്ടുമൃഗങ്ങളെ സംരക്ഷിക്കുവാൻ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ മുമ്പിലുണ്ട്. റോഡിൽ കൂടെ അലഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന തെരുവ് നായികൾക്ക് അവയെ സംരക്ഷിക്കുവാൻ ആളുടെ തെരുവ് നായികൾ പരസ്പരം കടിയുണ്ടാക്കി പേപിടിച്ച് റോഡിൽ കൂടെ കുട്ടികൾക്ക് സ്കൂളിൽ കടന്നു പോകാൻ കഴിയാതെ, മാതാപിതാക്കൾക്ക് പ്രായമുള്ളവർക്ക് നടക്കാൻ കഴിയാതെ, യൗവനക്കാർക്ക് പോലും നടക്കാൻ കഴിയാതെ ഈ തെരുവ് നായികൾ പേപിടിച്ച് മനുഷ്യനെ കടിച്ചു മുറിച്ച് മനുഷ്യൻ പേപിടിച്ച് മരിക്കുമ്പോഴും അത് കണ്ട് ആസ്വദിക്കുന്ന ഗവൺമെന്റ്. അല്ലേ? പട്ടിയെ കൊല്ലാൻ പാടിയെന്ന് പറഞ്ഞാൽ പട്ടി എന്ന് പറഞ്ഞ ദൈവമല്ലേ? പട്ടിയെ കൊന്നാൽ നമ്മളെ അങ്ങ് അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കും. എന്ത് നീചവും നികഷ്ടമായ അനുഭവമാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിക്കുന്ന അങ്ങനെ തെരുവ് നായികൾക്ക് സംരക്ഷണം കൊടുത്ത് മനുഷ്യൻ എന്ത് വിലയാണുള്ളത്? കാട്ടിൽ കിടക്കുന്ന ആനയും പന്നിയും വലിയ മുള്ളൻ പന്നികളും അതുപോലെ കടുവയും പുലിയും നാട്ടിലിറങ്ങി കഴിഞ്ഞു. മനുഷ്യനെ പിച്ച് ചീന്താൻ തുടങ്ങി. മനുഷ്യൻ നന്നെ കഷ്ടപ്പെട്ട് വളർത്തിയിരിക്കുന്ന ആടുമാട് കന്നുകാലികളെ, അവരുടെ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളെ മാത്രമല്ല അവരുടെ കൃഷിയെല്ലാം നശിപ്പിക്കുവാൻ തുടങ്ങി. മനുഷ്യൻ എന്ത് സംരക്ഷണമാണ്? ഒരു സംരക്ഷണമില്ല. എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഒരു അറവുശാലയിൽ ചെന്ന് കഴിഞ്ഞ് ഒരു മാടിനെ അറുത്താൽ ആ മാടിന്റെ തൊലി വരെ വാങ്ങാൻ ആളുണ്ട്. ആ മാടിന്റെ തൊലി വരെ വാങ്ങി അതിന് പോലും വില കിട്ടും. എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായി സൃഷ്ടിച്ച ദൈവത്തിന്റെ ശില്പശാലയിലെ ഏറ്റവും ശില്പങ്ങളിൽ നേത്രമായ ജീവനുള്ള ശില്പമായിരിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് ഇവിടെ എന്താണ് സംരക്ഷണം? മനുഷ്യന് സംരക്ഷണം കൊടുക്കാനും വേണ്ടി അധികാരത്തിന്റെ കസേരയിൽ കയറിയിരിക്കുന്ന അധികാരികൾ കാട്ടുമൃഗങ്ങളും പെരുനായ്ക്കളും മനുഷ്യനെ കടിച്ചു കയറി കൊല്ലുമ്പോൾ നീറോ ചക്രവർത്തി റോമനേരം തീ പിടിച്ചപ്പോൾ നീറോ ചക്രവർത്തി വീണ വായിച്ചെന്ന് പറഞ്ഞ പോലെ അവരോരോരോ തരികിട വാക്കുകൾ പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അതുകൊണ്ട് നിന്റെ സംരക്ഷണം സർക്കാർ തരത്തില്ല, നിന്റെ സംരക്ഷണം സമൂഹം തരത്തില്ല, നിന്റെ സംരക്ഷണം രാഷ്ട്രീയക്കാർ തരത്തില്ല, നിന്റെ സംരക്ഷണം ഈ ലോകത്തിൽ ആർക്കും തരത്തില്ല. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവ്, നിനക്കും നിന്റെ കുടുംബത്തിന് സംരക്ഷണം തീമതിലും കോട്ടയമായി യേശു മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് മകൾ പ്രവാചകൻ പറയുകയാണ്, യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിനക്ക് തേജസ്സുമായിരിക്കും. അതുകൊണ്ട് പാപവഴികൾ വിട്ട് മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിന് വേണ്ടി നിന്റെ ഹൃദയം സമർപ്പിച്ചു കൊടുത്ത്, നിന്റെ കുടുംബത്തെ സമർപ്പിച്ചു കൊടുക്കുക. സുവിശേഷത്തിന്റെ ഹൃദയത്തിൽ നിറയട്ടെ. ദൈവം നിനക്ക് പ്രകാശമായി മാറട്ടെ. യേശു നിനക്ക് തേജസ്സായി മാറട്ടെ. നിന്റെ സംരക്ഷണം യേശു ഏറ്റെടുക്കും. അല്ലെ, ലോകം നമ്മുടെ സംരക്ഷണം ഏറ്റെടുക്കത്തില്ല. നോക്കി, ഇന്ന് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ എത്ര കോടിക്കണക്കിലൂടെ അഴിമതികളാണ് നടക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, ഒരു സഹോദരി റോഡിൽ കൂടി വള്ളം തുഴഞ്ഞു പോയി. ഹല്ലേലൂയ. അദ്ദേഹം വളരെ അട്ടഹസിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ റോഡുകൾക്ക് വികസിപ്പിക്കുന്നതിന് പകരമായിട്ട് ഈ സർക്കാർ എന്താണ് റോഡുകൾ മുഴുവൻ കെട്ടിയടച്ച് മതിൽ കെട്ടി കടകൾ പോണത് വീടെടുത്ത് പിന്നെ റോഡ് മുഴുവൻ കപ്പയും ചേനയും കൃഷിയും പൂക്കൾ കൃഷിയും നടത്തി റോഡെല്ലാം കൈവശമാക്കി, ഓടകളെല്ലാം വീതി കുറച്ച് അതിൽ പറമ്പാക്കി മാറ്റി, ആറുകളും തോടുകളും പുഴകളും എല്ലാം കെട്ടിയെടുത്ത് അത് ഭൂമിയാക്കി മാറ്റി. അതെല്ലാം സർക്കാർ അനുകൂലമാണ്. ഹല്ലേലൂയ. അങ്ങനെ വെള്ളം ഒഴുകി പോകേണ്ട സാധനങ്ങളെല്ലാം മനുഷ്യന്റെ കൈവശം ചെന്ന് കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയക്കാരും അധികാരികളും അതിനെ വോട്ട് വാങ്ങി മാറ്റിക്കഴിഞ്ഞാൽ മഴ പെയ്ത് വെള്ളം ഇറങ്ങി വീഴുന്നപ്പോൾ പണ്ട് ഒഴുകിക്കൊണ്ടിരുന്ന തോടുകളും കാനുകളും ഓടകളും ഒന്നും കാണാനില്ല. പുഴകളും തോടുകളും ആറുകളും എല്ലാം വീതി കുറഞ്ഞ് കിടക്കുന്നു. പിന്നെ വെള്ളം എന്ത് ചെയ്ത് റോഡിലൂടെ ഒഴുകാൻ തുടങ്ങി, അതിന്റെ വീട്ടിലേക്ക് വന്ന് കയറാൻ തുടങ്ങി. അതിന് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ. അല്ലെ, അതുകൊണ്ട് മനുഷ്യന്റെ ജീവന സ്വത്തിന് സംരക്ഷണം ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ല. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിനക്ക് സംരക്ഷണം യേശു മാത്രമാണ്. ഹല്ലേലൂയ. നമ്മൾ കണ്ടില്ലേ, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ധൈര്യത്തോട് പോകാൻ കഴിയുമോ? വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്ക് ഇന്ന് ഭവനത്തിനകത്ത് പോലും കിടന്നുറങ്ങാൻ കഴിയത്തില്ല. നമ്മുടെ കേരളത്തിൽ നമുക്ക് ഭവനമില്ലാതെ എത്രയോ ആളുകളാണ് ഭവനമില്ലാതെ കിടക്കുന്നത്. എന്നാൽ ഭവനമില്ലാതെ, സ്വന്തമായിട്ട് വീടില്ലാതെ, തലചായിപ്പോ ഇടമില്ലാതെ കിടക്കുന്ന അനേകരെ സഹായിക്കാൻ വേണ്ടി അനേക ചാരിറ്റി വർക്ക് ചെയ്യുന്നവർ രംഗത്ത് വന്ന് അവരെയും കണ്ടത് ചെയ്യിപ്പിക്കത്തുമില്ല. കഴിഞ്ഞ ദിവസം പാലക്കാരൻ അച്ചായൻ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, അദ്ദേഹത്തിന്റെ
ആമി പ്രവർത്തികൾ ക്രൂരമായ വലിയ നീചമായ പ്രവർത്തികൾ ചെയ്ത ആ വലിയ അച്ഛൻ താമസ ദേശത്തിന്റെ മേയർ അല്ലെങ്കിൽ സ്തോത്രം ആമി ചെയർമാരെയൊക്കെ കണ്ടില്ലേ? ഇതൊന്നും ആരെയും കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കത്തില്ലെന്നേ. പട്ടി തിന്നുകയില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കത്തില്ല എന്ന് പറഞ്ഞവരാ നമ്മുടെ ഭരണ സംവിധാനങ്ങളൊക്കെ. പ്രൈസറോ എന്നെ കേൾക്കുന്ന മാതാവിൽ നിന്ന് യേശുവിൽ വിശ്വസിക്ക്. അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുമ്പോൾ കർത്താവ് നിന്റെ ജീവിതത്തിനകത്ത് ഈ ഭൂമിയിൽ നിന്ന് ലഭിക്കാത്ത സമാധാനം യേശു തരും. നിന്റെ കുടുംബത്തിന്റെ ഇരുട്ട് മാറും, അന്ധകാരം ഭൂമിയും കൂരിട്ട് ജാതികളെയും കൂടുന്നു പറയുമ്പോൾ ഇവിടെ കാണുന്ന ഈ പ്രശ്നങ്ങൾ ഇതൊക്കെ കാരണമാണ്. അല്ലേ? ഇവിടുത്തെ അന്ധകാരം ഇവിടെ തെരുനായകളുടെ അന്ധകാരമാ, കാട്ടുമൃഗങ്ങൾ അന്ധകാരമാ, കൂരിട്ട് ഇവിടുത്തെ പാപ സ്വഭാവങ്ങളാ, അധികാര വർഗങ്ങളിലെ കണ്ണടഞ്ഞു പോയ ക്രൂരമായ നിയമങ്ങൾ കൂരിട്ട് പോലെ മനുഷ്യന്റെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അല്ലേലിയ എന്നും വിലവർദ്ധനവാ, എന്നും വിലവർത്തവ്. വില കുറഞ്ഞ ഒരു സാധനമില്ല. മനുഷ്യൻ ചോര വിയർപ്പാക്കി കൊണ്ടുവരുന്ന സകല പാണ്ഡുവാനഫലവും അവൻ മേടിക്കുന്ന സാധനത്തിന് 3 ഇരട്ടി GST പകർന്നു കൊടുത്ത് ടാക്സ് പിടിച്ച് അവന്റെ ചോര വിയർപ്പാക്കിയ പൈസ പിടിച്ചു മേടിക്കുന്നതാണ് സംവിധാനം എന്നൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞ് എല്ലാം കൂരിട്ടാണ്. അല്ലേ? പിന്നെ മനുഷ്യൻ എങ്ങനെ ജീവിക്കും? അല്ലേരിയ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കത നമുക്ക് ദൈവം മാത്രമുള്ള ആശ്രയിക്കുവാൻ, യേശു ക്രിസ്തു മാത്രമേ നമുക്ക് ആശ്രയിപ്പാൻ. അതുകൊണ്ട് ഈ ഭൂമി നീ കഷ്ടതയിലൂടെ, നഷ്ടത്തിലൂടെ, വേദനയിലൂടെ കടന്നു പോകുമ്പോൾ അതിന് മുമ്പിൽ അടിപതറി പോകാം. നീ വിശ്വാസത്തെ ഉറച്ചു നിന്നോട് കർത്താവ് യേശുവിനുള്ളിൽ ഹൃദയം കൊടുത്ത് ഈ അന്ധകാരവും ഉരുണ്ട് നിറഞ്ഞ ഭൂമിയിൽ ഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമായി മാറുന്നെങ്കിൽ നിനക്ക് പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ കഴിയും കേട്ടോ. രക്തം ചെയ്യും. പ്രൈസറോ അല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് പറയുന്നത് അപ്പം ക്രൈസ്തവ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മഹത്വത്തെ ദർശിക്കുന്ന അനുഭവമാണ്. ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും ആരംഭം, ഏറ്റവും മനോഹരമായ അനുഭവം ക്രിസ്തുവിന്റെ സ്തോത്രം മഹത്വത്തെ ദർശിക്കുന്നത്. അല്ലേലൂയ. അത് മോശ ദൈവ തേജസ് കാണണമെന്ന വാഞ്ചയാൽ പാറയുടെ പിളർപ്പിൽ മറഞ്ഞിരുന്നു. കർത്താവിന്റെ തേജസ് കാണുവാൻ അവൻ ആഗ്രഹിച്ചു. അല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, നാം കർത്താവിന്റെ തേജസ് കാണുവാനുള്ള ആഗ്രഹത്തോടെ നാം ദൈവസന്നിധിയിൽ നിൽക്കണം. അല്ലേലൂയ. നമ്മൾ 27 സങ്കീർത്തനം വായിക്കുമ്പോൾ 27 സംഗീതം 4-ാമത്തെ വാക്യം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലേലൂയ. ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലം മുക്കി ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ സങ്കീർത്തനക്കാരനായിരിക്കുന്ന അല്ലേലൂയ ദാവീദിന്റെ ആഗ്രഹമാണ്. അല്ലേലൂയ. എന്താണ് യഹോവയുടെ അപേക്ഷിച്ച്? എന്താണ് യഹോവയുടെ അപേക്ഷിച്ച്? യഹോവയുടെ മനോഹരത്വം കാണുവാൻ. അല്ലേലൂയ. യഹോവയുടെ മനോഹരത്വം അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കുന്ന ആഷ്കാലമൊക്കെ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുക എന്നുള്ളതായിരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിന്റെ വാഞ്ച എന്നൊക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 4-ാം വാക്യം നമ്മുടെ അപേക്ഷയും ആഗ്രഹവും യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എന്നുള്ളതായിരിക്കണം. മനുഷ്യന്റെ ആഗ്രഹം യഹോവയുടെ മനോഹരത്വം കാണണം, അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം. നമ്മുടെ ആയുഷ്കാലമൊക്കെ ദൈവത്തിന്റെ ആലയത്തിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ ഇരിക്കുവാൻ കഴിയുന്ന നല്ലൊരു മനസ്സ് നിനക്കുണ്ടാകണം. ക്രിസ്തുവിന്റെ പാദപീഠത്തിൽ ഇരിക്കണം. അല്ലേലൂയ. ഇവിടുത്തെ തോന്നിവാസം ജീവിക്കുന്ന താപൂതികളെ പോലെ ജീവിക്കുന്നതിന്റെ പിന്നാലെ നീ കടന്ന് പോയി നീയോ അതേ നിലയിൽ എത്താതെ ഹല്ലേലൂയ യഹോവയുടെ മനോഹരത്വം കണ്ട് അവനെ മന്ദിരത്തിൽ ധ്യാനിച്ചവന്റെ അതിന്റെ ആൾക്കാർ മുഴുവൻ അവരോടൊപ്പം ചേർന്ന് വസിച്ച പാദപീഠത്തിൽ ഇരിക്കണം. മറിയ നല്ല അംശം കരഞ്ഞെടുത്ത ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്നത് പോലെ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നീ ദൈവത്തിന്റെ പാദപീഠത്തിലിരിക്കണം. നീ രാഷ്ട്രീയക്കാരുടെ പിന്നാലെ നീ കുടിപിടിച്ചും നീകിരാ വിളിച്ചും തല്ലുണ്ടാക്കി വെട്ടിമുറിച്ചും അല്ലടിയ നീ അവസാനം അല്ലടിയ നീ സ്തോത്രം നീ മുറിവേറ്റും നീ ആശ്വദിച്ച് നീ കേസ് അകപ്പെട്ട് കോടതിയിൽ കിടക്കുമ്പോൾ നിന്നെ സംരക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരും വരത്തില്ല. എന്നാൽ രാഷ്ട്രീയക്കാരുടെ മക്കളെയൊക്കെ നീ കണ്ടു. നിങ്ങളെ ഭരിക്കുന്ന മന്ത്രിമാരുടെ മക്കൾ, നിങ്ങളുടെ ഭരിക്കുന്ന MLA-മാർ, MP-മാർ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ ആരെങ്കിലും കൊടിപിടിക്കാൻ ഇറങ്ങി വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലേലൂയ. അവരാരും തല്ലും വെട്ടും മുത്തുകൊണ്ടാക്കി കോടതിയിൽ ജയിലിൽ കയറി ഇറങ്ങുന്നു അല്ലെങ്കിൽ കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരൊക്കെ സുരക്ഷിതരാണ്. നിന്നെപ്പോലെയുള്ള മൂടന്മാരൊക്കെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി അലയ്യ ചത്തു മരിക്കും.
നിന്റെ കുടുംബം, നീ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി നീ മരിക്കുമ്പോൾ നിന്റെ കുടുംബത്തിൽ നിന്റെ അപ്പനും അമ്മയ്ക്കും, മാതാവിന് നിന്റെ അപ്പനും അമ്മയ്ക്കും നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും നഷ്ടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന യഹോവയുടെ മനോഹരത്വങ്ങൾ നീ ദൈവത്തെ അനുഗമിക്കുന്നത്. ഈ ലോകത്തെ വിട്ടിട്ട് യഹോവയുടെ മനോഹരത്വം കാണുവാൻ, അവന്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാൻ, നിന്റെ ആഷ്കാലമൊക്കെ അവന്റെ ആലയത്തിൽ പാർക്കണമുള്ള തീരുമാനമെടുത്ത് ആ പാതപീഠത്തിലേക്ക് നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ യഹോവ നിനക്ക് നിത്യപ്രകാശം, നിന്റെ ദൈവം നിന്റെ തേജസ്സുമായി മാറും. അങ്ങനെ യഹോവ നിന്റെ നിത്യപ്രകാശമായി കഴിയുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ ഇരുളുകളെല്ലാം മാറിപ്പോകുന്ന. ഇന്നുപോലെ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ കടന്നു പോകുന്ന മേഖലകൾ ദുർഘടം നിറഞ്ഞതാ. നീ കടന്നു പോകുന്ന മേഖല മുള്ളും പറക്കാനും നിറഞ്ഞതാ. നീ കടന്നു പോകുന്ന മേഖല അണലി വിഷം പോലെ വിഷം തുപ്പുന്ന അനവധി മനുഷ്യരുണ്ട്. അണലി വിഷം പോലെ വിഷം തുപ്പുന്ന അനവധി മനുഷ്യരുണ്ട്. അതുകൊണ്ട് നിന്റെ വഴി നീ സൂക്ഷിക്കണം, ജീവിതം സൂക്ഷിക്കണം, നിന്റെ തലമുറയെ സൂക്ഷിക്കണം. നിന്റെ സാഹചര്യങ്ങളെല്ലാം നിനക്ക് പ്രതികൂലമാക്കുവാൻ, നിന്റെ തകർത്തുകളെ സാത്താൻ പലവിധമായ പദ്ധതികളുമായി വരുമ്പോൾ അവിടെ നീ ദൈവത്തോട് ചേർന്ന് വസിക്കണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര യുവതി വാക്കന്മാരോട് പറയട്ടെ, പാപത്തിന്റെ വശീകരണത്തിനകത്ത് വീണ് നീ ദൈവത്തിന് അകന്നു പോകരുത്. ഈശ്വര സമയമായി വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത് പോലെ തന്നെ കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ മധ്യാകാശത്തിൽ വരാൻ സമയമായി, മുമ്പേ മരിച്ചു കല്ലറയിൽ ഉറങ്ങുന്ന വിശുദ്ധന്മാരൊക്കെ ഉയർക്കാൻ സമയമായി. ജീവനോട് ശേഷിക്കുന്ന ക്രിസ്തു വിശ്വാസികളായിരിക്കുന്ന ദൈവത്തിന്റെ സഭയായിരിക്കുന്ന മണവാട്ടിയായിരിക്കുന്ന ദൈവമക്കൾ തേജസ് പ്രാപിച്ച് രൂപാന്തരപ്പെട്ട് കർത്താവോട് എടുത്ത് മേഘങ്ങളിൽ എടുക്കപ്പെടും. സമയമായി ഇപ്പം കേട്ടോ. അതുകൊണ്ട് നിന്റെ ജീവിതത്തെ നഷ്ടപ്പെടുത്തി ഈ ഭൂമി ജീവിക്കുമ്പോൾ തന്നെ കർത്താവിന് വേണ്ടി ജീവിതം കൊടുത്ത്, അല്ലെങ്കിൽ ഒന്നിന്റെ മരണാനന്തരം അല്ലെങ്കിൽ കർത്താവിന്റെ നിത്യതയെ കാണണം. അല്ല ലോകത്തിന്റെ ഇഷ്ടപ്രകാരം ഇവിടുത്തെ അന്ധകാരം കൂരിട്ടുകൊണ്ട് നിന്നെ അത് നയിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ മരണാനന്തരം നിത്യമായ നരകത്തിലേക്ക് പോകും. നിത്യമായ സ്വർഗത്തിലാണെങ്കിൽ ക്രിസ്തുവിനോട് 1000 ആണ്ട് വാഴ്ച ഉണ്ടാകും. ശ്രോതാവേ, സാത്താനെ എന്നേക്കുമായിട്ട് അല്ലെങ്കിൽ തീപ്പൊയ്ക്ക് തള്ളിക്കിട്ട് കഴിയുമ്പോൾ സ്വർഗത്തിലുള്ള സകല ആത്മീയസുഖങ്ങളും വെളിപ്പാട് ദിവസം 21 1 തൊട്ട് 3 വരെ വായിച്ചു. വെളിപ്പാട് ദിവസം 21 22 1 തൊട്ട് 5 വരെ വായിക്കുന്ന ഭാഗങ്ങൾ പറയുന്ന നന്മകളൊക്കെ നിനക്ക് കാണാൻ കഴിയും. രക്തം ചെയ്യാം. പ്രൈസലോ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം. അല്ലുരിയ. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയുന്നത് അല്ലുരിയ. അങ്ങനെ നമ്മൾ അങ്ങനെ നിന്റെ ദൈവം നിന്റെ മഹത്വവും അല്ലുരിയ അവന്റെ മഹത്വം കാണാൻ വേണ്ടിയിട്ട് നീ അവന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ 63 സംഗീതം നമുക്ക് വായിക്കുമ്പോൾ കാണുന്നുണ്ട്. 63 സംഗീതം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അങ്ങനെ നിന്റെ ബലവും മഹത്വം കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. നമ്മൾ ആരെയാണ് നോക്കിയിരിക്കേണ്ടത്? ദൂരെ നിന്ന് ആരെയും വരും എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയാണോ? നമ്മുടെ ഭരണാധിപന്മാർ വരുന്നത് നോക്കി അതിനാണോ സഹോദരൻ നീ ഇരിക്കുന്നത്? നീ ലോകത്തെ നോക്കിയിരിക്കരുതെന്നാൽ, ലോകക്കാരെ നോക്കിയിരിക്കരുത്. അഴിമതി വീരന്മാർ, കരിച്ചന്തക്കാർ, പുഴുത്തുവെപ്പാർ, പിടിച്ചുപറിക്കാർ, മോഷണക്കാർ, കൊള്ള പലിശക്കാർ, നരവേട്ടക്കാർ, മനുഷ്യനെ കൊന്നൊടുക്കം തീവ്രവാദികൾ, ഭീകരവാദികൾ, വർഗീയവാദികൾ, ഇവിടുത്തെ രാഷ്ട്രീയ മത നേതാക്കന്മാർ, കുടുംബത്തെ തകർക്കുന്ന കുടുംബ ജീവിതത്തിന് സാത്താന്റെ ശക്തികളെ നീ നോക്കിയിരിക്കരുതെന്ന്. അല്ലേ പിന്നെ ആരെ നോക്കിയിരിക്കണമെന്നാ? അത് 63 സംഘം 2-ാം വാക്യം പറയുന്നത്. അല്ലേ സ്വതം അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കി ഇരിക്കുന്നു. 63 സംഘത്തിൽ 1-2 വാക്യങ്ങളുടെ അർത്ഥം എന്താണ് അവിടെ പറയുന്നത്? അബ്ശലോമിന്റെ മത്സരം മൂലം ദാവീദ് മരുഭൂമിയിലേക്ക് ഓടിപ്പോയ കാലത്ത് ചമച്ചൊരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം പരിഗണിക്കപ്പെടുന്നത്. എന്നാൽ ഇതിന്റെ ഈ സാഹചര്യം നമ്മൾ കല്ലിയെ മനസ്സിലാക്കിയത് അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കുമെന്ന് 1-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഇതൊരു പ്രഭാതഗീതമാണ്. ദാവീദ് മരുഭൂമിയുടെ വരണ്ട അന്തരീക്ഷത്തിന് ആയിരിക്കുന്നുവെങ്കിലും ആത്മാവിൽ നിറയപ്പെട്ടവനായി ദൈവത്തോട് ചേർന്നിരിക്കുക. തന്റെ മകനായിരിക്കുന്ന അബ്ശലോം ദാവീദിനെതിരെ തിരിഞ്ഞു. ദാവീദ് തന്റെ കൊട്ടാരം വിട്ട് മരുഭൂമിയിലേക്ക് ഓടിപ്പോകേണ്ടി വന്നു. മരുഭൂമിയിലായിരുന്നപ്പോഴും ദാവീദിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണ്? ദൈവമേ, നീ എന്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാത്ത ഉണങ്ങി വരണ്ട ദേശത്തിന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു. അങ്ങനെ നിന്റെ ബലവും മഹത്വം കാണേണ്ട ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്ത് ഭാരമാണ്! തന്റെ ജീവിതത്തിന്റെ ഭാരങ്ങളുടെ മറന്നുപോയി. അത് എനിക്കൊക്കുന്ന മാതാപിതാവിന്റെ ജീവിത ഭാരങ്ങളൊക്കെ മറക്കുവാൻ, ജീവിതത്തിലെ കഷ്ടങ്ങളൊക്കെ മറക്കുവാൻ യേശുവിലേക്ക് മടങ്ങുക.
കടക്കണി കൊണ്ട്, സാമ്പത്തിക ഞെരുക്കം കൊണ്ട്, കുടുംബ പ്രാരാബ്ദം കൊണ്ട്, കുടുംബജീവിതത്തിലെ കലങ്ങൾ കൊണ്ട്, കുടുംബജീവിതത്തിൽ ലഭിക്കേണ്ട സന്തോഷം കിട്ടാതെ, കുടുംബത്തിൽ പ്രാധാന്യം കിട്ടാതെ, എല്ലാ മേഖലയിൽ നീ ഒറ്റപ്പെട്ട് നിരാശയുടെ അനുഭവത്തിൽ കടന്നു പോകുകയല്ലേ. ആരൊരു ആശ്വാസം വാക്കുപറയും സന്തോഷം വാക്കുപറയും ആരിൽ നിന്ന് ചേർത്ത് പിടിക്കുമെന്ന് ഓർത്ത് നീ ഭാരപ്പെടുകയല്ലേ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ശക്തമായ ദൂത്, നീ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വാ. നോക്കി എത്രയോ യൗവനക്കാരികളാണ് കുടുംബജീവിതം ചിന്ന ഭിന്നമായി തകർന്ന ഡിവോഴ്സായിട്ട് സഹോദരിമാർ ഒറ്റയ്ക്കും സഹോദരന്മാർ ഒറ്റയ്ക്കും താമസിക്കുന്നത്. അല്ലെങ്കിൽ ഡിവോഴ്സ് പെരുകിക്കൊണ്ടിരിക്കുക. വിവാഹമോചനം പെരുകുന്നു. കേരളത്തിലെ കുടുംബ കോടതികൾക്കകത്ത് എണ്ണിയാലുടുന്നാത്തുപോലെ വിവാഹമോചന കേസുകൾ. കുടുംബമായി ജീവിക്കേണ്ട, കുടുംബത്തിന് കൂടെ സന്തോഷമായി ജീവിക്കേണ്ടവർ പിന്തിരിഞ്ഞിപ്പോൾ ഒറ്റപ്പെട്ട വിജനതയുടെ അനുഭവത്തിൽ, അന്ധകാരം കൂരിട്ട് നിറഞ്ഞ അനുഭവത്തിലൂടെ സഹോദരി സമരം കടന്നു പോവുകയാണ്. ഞാൻ ഈ ഫേസ്ബുക്കൊക്കെ ഇങ്ങനെ മിക്കവാറും ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരുപാട് പേര് ഇതൊക്കെ പറഞ്ഞു കേൾക്കാൻ കഴിയും. ലേരിയ, അതെ, നിന്റെ ജീവിതം അന്ധകാരം കൊണ്ട് കൂരിട്ടും കൂടി സാത്താന വിശാല. നിന്റെ കുടുംബജീവിതത്തെ തകർത്തത് സാത്താനാണ്. നിന്റെ കുടുംബജീവിതത്തെ ഞാൻ മുൻകൂടെ നാശം ചെയ്ത് നിന്നെ തകർത്ത് പെരുവഴിയാക്കി നിങ്ങളെ രണ്ടായിട്ട് മാറ്റി ഇന്ന് ദുഃഖത്തിന്റെ കരുതലിലൂടെ കടന്നു പോകാൻ കാരണം പിശാചിന്റെ പ്രവർത്തികളാണ്. നീ അത് തിരിച്ചറിയാതെ പോയി. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ജീവിതത്തിൽ ഒറ്റപ്പെട്ട അനുഭവമാണ്, വിജനമായ ഏകാന്തതരം മരുഭൂമിയുടെ അനുഭവമാണോ? അതിന്റെ നടുവിലരിയ ദാവീദ് മരുഭൂമിയിലരിയ വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ദേശത്ത് അല്ലരിയ ദാവീദിന്റെ ഉള്ളം കർത്താവിന് വേണ്ടി ദാഹിച്ചതുപോലെ, അവന്റെ ദേഹം കർത്താവിന് ദാഹിച്ചതുപോലെ, ദൈവത്തിന്റെ വരവും മനോഹരത്വം കാണുവാൻ വേണ്ടി അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തോത്രം വിശുദ്ധ മന്ദിരം നോക്കിക്കൊണ്ടിരുന്ന പോലെ നീ മടങ്ങുക. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. നിന്റെ ഒറ്റപ്പെട്ട അനുഭവത്തെ, നിന്റെ ഏകാന്തതയെ മാറ്റിക്കൊണ്ട് നിനക്ക് തക്കതായൊരു തുണയെ ദൈവം തരാൻ ആഗ്രഹിക്കുക. എന്താ തക്ക തുണ? രണ്ടാമതൊരു വിവാഹത്തിന്റെ കാര്യമല്ലേ പറഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ നിന്നോടൊപ്പം ചേർന്ന് നടക്കുവാൻ, നിന്നോടൊപ്പം ചേർന്ന് വസിപ്പാൻ, നിന്റെ വലം കൈ പിടിക്കുവാൻ, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വേണം നിന്നെ സൂക്ഷിക്കുവാൻ, നിന്റെ ആവശ്യങ്ങൾ നിന്റെ ഹൃദയത്തിന്റെ ഭാരം പറഞ്ഞ് സദാസമയം നിന്നെ പോഷിപ്പിക്കുവാൻ, പരിപാലിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം തരും, സമാധാനം തരുവാൻ, നിന്നെ സ്നേഹിപ്പാൻ, കരുതുവാൻ, നിന്നെ മാറോട് ചേർത്ത് പിടിക്കാൻ യേശു എന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന്. പ്രൈസലോ. അവൻ നമുക്ക് തക്ക സമയത്തെല്ലാം ചെയ്യുന്നവനാണ്. രക്തം ജയം. അതുകൊണ്ട് മാതാപിതാവേ, ഒറ്റപ്പെട്ട അനുഭവമാണോ, കണ്ണുനീരാണോ, സ്തോത്രത്തിൽ ഭാരപ്പെടാതെ ദാവീദിനെ പോലെ കർത്താവിന് വേണ്ടി നീ ദാഹിക്കേ. യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുക്കാൻ നിനക്ക് കഴിയുമോ? ഹല്ലേലൂയ. കുടുംബം തകർന്ന ചിന്ന ഭിന്നമായി കിടക്കുകയല്ലേ? ഹല്ലേലൂയ. കുടുംബത്തിന്റെ അരാജകത്വമല്ലേ, അന്ധകാരമല്ലേ, കുരുട്ടല്ലേ? ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയില്ലേ നിന്റെ ജീവിതത്തിൽ നിന്ന്? ഹല്ലേലൂയ. നിന്റെ മക്കൾ നിന്നെ അനുസരിക്കുന്നുണ്ടോ? നിന്റെ ഭർത്താവ് നിന്നെ അനുസരിക്കുന്ന, നിന്റെ ഭാര്യ നിന്നെ അനുസരിക്കുന്ന, മാതാപിതാക്കൾ നിന്നെ മാതാപിതാക്കൾ മക്കൾ അനുസരിക്കുന്നുണ്ടോ? ദേശത്തെ അനുസരിക്കും, അവന്റെ ഈ അധികാരികളെ അനുസരിക്കുന്നു? ഇല്ല, എല്ലാം ചിന്ന ഭിന്നമായി ചിതറിക്കിടക്കുകയാണ്. നമ്മുടെ രാജ്യത്തിലെ ജനം ഹല്ലേലൂയ. കേരളത്തിലെ 3.25 കോടി ജനങ്ങളും തലമുറകളും എണ്ണത്തിൽപ്പെടാത്ത അന്യസ്ഥാന തൊഴിലാളികളും. തൊഴിലാളികൾക്ക് ഇവിടെ അന്യസ്ഥാന തൊഴിലാളികൾ വന്ന് കാണിക്കുന്നല്ലേ? നിങ്ങൾ പെരുമ്പാവൂരൊക്കെ ചെന്നുകളില്ലേ? പിടിച്ചുപറി, മോഷണം, വ്യഭിചാരം, പരസംഗ, സാഗര, ആശുപത്രി, അന്യസംസ്ഥാന തൊഴിലാളികൾ പെരുമ്പാവൂരടക്കമുള്ള കേരളം മുഴുവൻ കൈയടക്കി കഴിഞ്ഞു. അന്ധകാരം ഭൂമിയെ കൂരിട്ട്. എന്നിട്ട് നമ്മൾ അവരുടെ അതിഥി തൊഴിലാളികളാന്ന് പറയും. വലിയ അവർക്കിവിടെ എന്തും ചെയ്യാം. അവരെ പിന്നെ ചേർത്ത് പിടിക്കുക. ഹല്ലേലൂയ. അങ്ങനെ കേരളം മുഴുവൻ, ഹല്ലേലൂയ, ഓർത്ത് വയ്ക്കുക, കേരളം മുഴുവൻ അരാജകമല്ലേ, കണ്ണുനീരല്ലേ? കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, തലമുറ അന്യസ്ഥാന തൊഴിലാളികളും, ഇന്ത്യ രാജ്യത്തിലെ 145 കോടി ജനം, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത ലോകരാജ്യം 800 കോടി ജനങ്ങൾ കണ്ണുനീരിന്റെ അടിയിലൂടെ അന്ധകാരത്തിന് കൂരിട്ട് വരിക. അവർക്ക് വെളിച്ചം വീശുവാൻ ഒരു ഭരണ സംവിധാനങ്ങൾക്കും ഒരു രാഷ്ട്രങ്ങൾക്കും കഴിയുന്നില്ല. ലോകരാജ്യങ്ങൾ തമ്മിൽ അധികാരത്തിന് വേണ്ടി കടിവലി രാജ്യം ആര് സ്ഥാപിക്കണമെങ്കിൽ ആ ലോകരാജ്യങ്ങൾ എങ്ങനെ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് ഓർത്ത് മനുഷ്യനെ കുരുതി കഴിക്കുന്ന ഒരു കാലഘട്ടമായി ഇത്. ജീവനുള്ള മനുഷ്യനെ യാതൊരു വിലയുമില്ലാതെ വെട്ടി പരിക്കേൽപ്പിച്ച് വെടിവെച്ച് അടിച്ചു കൊല്ലുന്ന, കുരുതി നടത്തുന്ന രക്തച്ചൂരിച്ചിന്റെ കാലഘട്ടം ആ ഭൂമിയിൽ. അത് അന്ധകാരം ഭൂമിയും കൂരിട്ട് ജാതികളെയും മൂടുന്നു. അതിന്റെ നടുവില യഹോവ നിന്റെ മേൽ ഉദിച്ചും ദൈവത്തിന്റെ പ്രകാശത്തിന്റെ വന്നിരിക്കും. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ യഹോവ നിനക്ക് നിത്യപ്രകാശം, നിന്റെ ദൈവം നിനക്ക് തേജസ്സമായി തീരാൻ വേണ്ടി ഈ അന്ധകാരത്തിന്റെ നടുവിൽ നീ കർത്താവിലേക്ക് മടങ്ങുക. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതം നിനക്ക് സുരക്ഷിതമാണോ? നിന്റെ കുടുംബം നിനക്ക് സുരക്ഷിതമാണോ?
ഹല്ലേലൂയ. നിന്റെ ജോലി സ്ഥാനം നിനക്ക് സുരക്ഷിതമാണോ? നിന്റെ വാഹനം നിനക്ക് സുരക്ഷിതമാണോ? കാരണം നിന്റെ ജീവിതം നിനക്ക് സുരക്ഷിതമല്ല, ഒന്നും സുരക്ഷിതമല്ല. മനുഷ്യന്റെ ജീവനും ഭക്തിക്കും സംരക്ഷണം നൽകുവാൻ ഈ ലോകത്തിന് ആർക്കും കഴിയില്ല. സ്നേഹിത, നമ്മുടെ ജീവന് സ്വത്തിന് സംരക്ഷണം നൽകുവാൻ, നമ്മുടെ ജീവന് സംരക്ഷണം നൽകുവാൻ നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. നിന്റെ തലയിലെ മുടി പോലും പൊഴിയുന്നത് അവൻ അറിയുന്നുണ്ട്. ഹല്ലേലൂയ. രക്തം ചെയ്യും അത് നമ്മെ മാറോട് ചേർത്ത് പിടിക്കുന്ന ദൈവം. അപ്പം നിസാജനം ലോക രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയി. അവരെ വലിയ പ്രാവ് പറന്നു വരുന്നത് പോലെ ഹല്ലേലൂയ അവർ പറന്നു വരുമെന്ന് പ്രവാചകൻ എഴുതിയ വാക്യം 1948 ഇസ്രായേലിന് സ്വാതന്ത്ര്യം ലഭിച്ചതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടന്നിരുന്ന യഹൂദജനമെല്ലാം ഇസ്രായേലിലേക്ക് ചെന്നു. ഹല്ലേലൂയ. വെറും തരിശു ഭൂമിയായി അവർക്ക് കാണിച്ചു ഐക്യരാഷ്ട്രസഭ ഇസ്രായേലിന് കൊടുത്ത വെറും തരിശു ഭൂമിയാ. ആ തരിശു ഭൂമിയിലാണ് അവർ പൊന്നു വിളയിച്ചത് കേട്ടോ. ഹല്ലേലൂയ. ആ തരിശു ഭൂമിയിൽ പൊന്നു വിളയിച്ച് ഇസ്രായേൽ വലിയൊരു രാജ്യമായി ഇസ്രായേലിനെ ഭയപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് ഇസ്രായേൽ എത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തം ശ്രോതാവേ, അതിനൊന്നും തടയുവാനോ തടുക്കുവാനോ നിനക്ക് കഴിയില്ല. നിന്റെ ആയുധങ്ങൾ കൊണ്ട്, നിന്റെ ഉപകരണങ്ങൾ കൊണ്ട്, നിന്റെ കണ്ടുപിടുത്തം കൊണ്ട്, നിന്റെ ആട് ബോംബ് കൊണ്ടൊന്നും നിന്റെ ശക്തി കൊണ്ടൊന്നും നിനക്ക് ഇസ്രായേലിനെ തറക്കാൻ കഴിയത്തില്ല. ഇസ്രായേൽ എന്ന് പറയുന്ന ചെറിയ രാജ്യം വലിയ രാജ്യമാണ്. അവർ ദൈവത്തിന്റെ വകയാണ്. അതുകൊണ്ട് പുതിയ നിയമസഭ വിശ്വാസികളെ തകർക്കുവാൻ എത്രയോ തീവ്രവാദികളാണ് അല്ലെങ്കിൽ അരമുറക്കി വാളെടുത്ത് തോക്കെടുത്ത് സാഹചര്യത്തെ ദൈവജനത്തെ തകർക്കാൻ നൈജീരിയ പോലുള്ള സ്ഥലങ്ങളിൽ എത്രയോ ആളുകളെ ഹല്ലേലൂയ. മാത്രമല്ല ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾക്കകത്ത് എത്രയോ ദൈവജനത്തെയാണ് പുതിയ നിയമ ഇസ്രായേൽ എന്ന് പറയുന്ന പുതിയ നിയമസഭയാണ് തകർക്കുന്നത്. പക്ഷെ തകർത്ത് തീർക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. തകർക്കുന്നവൻ ഞങ്ങൾക്ക് മുമ്പിലായിട്ടുണ്ട്. ഒരു ദിവസം അവനെല്ലാം തകർക്കുന്ന ദിവസം വരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. മാതാവേ, നീ ഒറ്റപ്പെട്ട ജീവിതമല്ലേ സഹോദര. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ചില സഹോദരന്മാരോടൊക്കെ സംസാരിക്കാറുണ്ട്. അവരുടെ വേദന കേൾക്കാറുണ്ട്, സങ്കടം കേൾക്കാറുണ്ട്. അപ്പോൾ തന്നെ സഹോദരന്മാരുടെ വേദന കേൾക്കാറുണ്ട്. എന്തിനേറെ നമ്മുടെ ഇവിടെ വന്ന് ഈ പ്ലാസ്റ്റിക് പിറക്കുന്ന കുപ്പിപ്പാട്ടുകൾ പിറക്കുന്ന അനവധി ആളുകളെ ഞാൻ താമസിക്കുന്ന ദേശത്തുണ്ട്. അതിൽ നല്ലൊരു കൂട്ടം ആളുകൾ ഞാനുമായിട്ട് സംസാരിക്കാറുണ്ട്. അവരുടെ സങ്കടങ്ങളാണ് അവർ പറയുന്നത്. നമ്മളെല്ലാം അവരെ കുപ്പിപ്പാട്ടുകളെന്ന് വിളിക്കുക. പക്ഷേ അങ്ങനെ പേര് കൊണ്ട് അവരെ അതംപതിച്ച് കുപ്പിപ്പാട്ടെന്ന് വിളിക്കുമ്പോൾ അവർ നമ്മളെപ്പോലെ മനുഷ്യനാണ്, നമ്മളെപ്പോലെ ശരീരം, നമ്മളെപ്പോലെ ജീവൻ, നമ്മളെപ്പോലെ ആരോഗ്യമുള്ള, അവർക്ക് നമ്മളെപ്പോലെ നമ്മുടെ ശരീരത്തിൽ ഒഴുകുന്നവർ രക്തമുള്ള അവരും നമ്മുടെ സഹോദരങ്ങളാണ്. പക്ഷെ നമുക്ക് അവരൊന്നും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അവർ നിന്നെപ്പോലെ സങ്കടത്തിലാണ്. ഞാൻ അങ്ങനെ എത്രയോ പേർക്ക് വേണ്ടി പൊതുവഴിയിൽ ഞാൻ യാത്ര ചെയ്യുന്ന നടക്കുന്ന വേളകളിൽ എന്നെ കൈ കാണിച്ച് നിർത്തിയിട്ട് ഞാൻ എത്രയോ പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോഴാണ് നമ്മൾ ഓരോരുത്തരുടെ വേദന അറിയുന്നത്. അപ്പോൾ നമുക്കറിയാം എന്നെക്കാൾ വലിയ വേദന അവർക്കുണ്ട്, അവരെക്കാൾ വലിയ വേദന എനിക്കുണ്ടത്. എല്ലാവരും അന്ധകാരം കൂരിട്ടില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിനക്കൊരു സമാധാനം ആവശ്യമാണ്, നിനക്കൊരു സന്തോഷം ആവശ്യമാണ്, നിനക്ക് സ്വസ്ഥത ആവശ്യമാണ്, എൻ്റെ കുടുംബം ഭദ്രമായിരിക്കേണ്ടത് ആവശ്യമാണ്. അതിന് നീ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്ന് അവന്റെ മനോഹരത്വം കാണുവാൻ, അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാൻ, നിന്റെ ആഴ്ക്കാനും ഒക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനുള്ള ദാവീദിനെ പോലെ ആഗ്രഹം നിനക്കുണ്ടെങ്കിൽ ദൈവം നിന്നെ കാത്തു സൂക്ഷിക്കും കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ മൂന്നാമത്തെ ഹല്ലേലൂയ ആ കാര്യങ്ങൾക്ക് പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ആദ്യത്തെ അനുഭവം ദൈവത്തിന് മഹത്വം ദർശിക്കുക. രണ്ടാമതിന്റെ തേജസ്സിനെ കാണുക. മൂന്നാമത് മഹത്വത്തിന്റെ അഭിഷേകത്വം നിറയ്ക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ മഹത്വത്തിന്റെ ആത്മാവായി ഹല്ലേലൂയ 1 പത്രോസിന്റെ 4:14 പറയണ്ട. ഇപ്പൊ മഹത്വത്തിന്റെ ആത്മാവ് എന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നീ നിറയപ്പെടണം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നീ പ്രാപിക്കുമ്പോൾ തേജസ്സിന്റെ ദൈവം നിന്റെ മേൽ വരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ 24:7 വാക്യം, വാതിലുകളിൽ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പി എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്? 24:7 വാക്യം എന്താ പറയുന്നത്? വാതിലുകളിൽ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പി, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുവാൻ ഉത്സാഹിക്കുക. അതിന്റെ ചില വാതിലുകളും കഥകളും ഒക്കെ തടസ്സമായി നിലകൊള്ളുന്നു. അതിനെ നീക്കം ചെയ്തുകൊണ്ട് നിന്റെ ജീവിതത്തെ ക്രിസ്തുവിനെ വിട്ടുകൊടുക്കണം. മഹത്വത്തിന്റെ രാജാവിന്റെ ഹൃദയത്തിൽ വസിക്കുവാൻ, മഹത്വത്തിന്റെ രാജാവിന്റെ ഭവനത്തിലേക്ക് കടന്നിരുവാൻ അതിന് തടസ്സമായി നിൽക്കുന്ന വാതിലുകളും കഥകളും എല്ലാത്തിനെയും നീക്കിക്കളഞ്ഞിട്ട് ക്രിസ്തു നിന്റെ ഭവനത്തിലേക്ക് കടന്നു പ്രവേശിക്കാൻ വേണ്ടി നീ അതിനു വേണ്ടി വഴിയൊരുക്കി കൊടുക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനത്തിലും കാണാൻ കഴിയുന്നത്. ഇന്ന് പല കുടുംബങ്ങൾക്കകത്തും
മഹത്വത്തിന്റെ രാജാവിന് പ്രവേശിക്കാൻ കഴിയാതെ, ക്രിസ്തുവിന് ഫണ്ടിൽ കടന്നു കഴിയാതെ പലവിധമായ വാതിലുകൾ, കതകുകൾ തടസ്സമായി നിൽക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം വാതിലുകളിൽ നിന്നുള്ള തലകളെ ഉയർത്തുവിൻ, പെട്ടകം ഇതാ വരുന്നു, ഷട്ടറുകൾ ഉയർത്തുവിൻ എന്നോർക്കുക. ഹല്ലേലൂയ. ഓബേദോമിന്റെ വീട്ടിൽ പെട്ടകം 3 മാസം ഇരുന്ന്, പെട്ടകം 3 മാസം ഇരുന്നപ്പോൾ ഓബേദിനെ അവന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. ആ പെട്ടകം അവിടുന്ന് എടുത്ത ദാവീദ് യെരൂശലേമിൽ കൊണ്ടുവരുമ്പോൾ അവർ ദൈവത്തിന് ആർത്ത് പാടിയൊരു പാട്ടാണ്. ഹല്ലേലൂയ. ആ പാട്ടിനകത്ത് ദാവീദ് പറയും, വാതിലുകളിൽ നിങ്ങളുടെ തല ഉയർത്തുവിൻ. അതെ എന്നെ കേൾക്കുന്ന പ്രശ്നികത, ദൈവത്തിന് വേണ്ടി നിന്റെ കുടുംബത്തിന്റെ വാതിലുകൾ തുറന്നു കിടക്കട്ടെ, നിന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കിടക്കട്ടെ, മഹത്വത്തിന്റെ രാജാവ് നിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പാൻ. ഇപ്പം നിന്റെ കുടുംബത്തിനകത്ത് അന്ധകാരം അന്ധകാരം ഊരിട്ടും മാറി മഹത്വത്തിന്റെ രാജാവ് നിന്റെ കുടുംബത്തിലേക്ക് പ്രവേശിച്ചാൽ യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ കുടുംബത്തിലെ നിന്റെ തേജസ്സുമായിരിക്കും. ഹല്ലേലൂയ. നീ ജനിക്കുന്നതിന് മുമ്പേ പ്രവാചകൻ രേഖപ്പെടുത്തിയ വചനത്തിലേക്ക് മടങ്ങി വരുന്നെങ്കിൽ ദൈവത്തിന്റെ മഹത്വത്തിന്റെ അഭിഷേകത്വം നിറയപ്പെടുന്ന അനുഭവത്തോട് മാത്രം മതിയാക്കരുത്. പ്രാപിച്ച തേജസ്സോടെ എഴുന്നേറ്റ് പ്രകാശിക്കണം. അതുകൊണ്ടാകുന്ന യെശയ്യാ പ്രവാചകൻ പറയും, എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു എഴുതിയത്. അതേ പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ഈ അന്ധകാര ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ ലോകത്തിന്റെ വെളിച്ചമായി മാത്രമല്ല മഹത്വമുള്ളവരാക്കി മാറ്റും. ഈ അന്ധകാരം വീട്ടിൽ നടന്ന ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളെ ദൈവ ലോകത്തിന്റെ വെളിച്ചമാക്കി തേജസ്സുള്ളവരാക്കി മാറ്റുന്നു. അതുകൊണ്ട് മത്തായി 5:14 നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം യേശു പറഞ്ഞത്. ഹല്ലേലൂയ. അതേ കൂരിട്ടിനെ കുടുംബത്തിൽ മാറ്റുവാൻ, അന്ധകാരത്തെ മാറ്റുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. നിന്റെ കുടുംബത്തിനകത്ത് സമാധാനത്തിന്റെ അനുഭവത്തെ തരുവാൻ, നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം 100 മടങ്ങായി തിരിച്ചു തരുവാൻ, നിന്റെ നിരാശയുടെ അനുഭവത്തെ മാറ്റി, നിന്റെ കണ്ണുനീര് മാറ്റുവാൻ, നിന്നെ സ്നേഹിപ്പാൻ, നിനക്ക് കരുതലും താങ്ങുവാൻ യേശു നിന്നെ സംരക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നു. അതേ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിച്ച് നിന്റെ ഹൃദയം വിട്ടുകൊടുക്കാവൂ. നിന്റെ ഭവനം വിട്ടുകൊടു. തടസ്സമായി നിൽക്കുന്ന കഥകളെ, വാതിലുകൾ നീക്കുവാൻ നീ തയ്യാറാകുന്നെങ്കിൽ തടസ്സമായി നിൽക്കുന്ന കഥകളും വാതിലുകളാണ് നിന്റെ ജീവിതത്തിന്റെ ദുർസ്വഭാവങ്ങൾ. എന്റെ ഭർത്താവിന്റെ ഭാര്യയുടെ മക്കളുടെ എന്റെ ജീവിത ദുർസ്വഭാവങ്ങളായിരിക്കുന്ന കഥകളും വാതിലൊക്കെ നീക്കിക്കളാം. യേശുവിന് വേണ്ടി വസിക്കാം, യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കുക. ഹല്ലേലൂയ. അതേ ദൈവമക്കളെ, അടുത്ത അനുഭവത്തിലേക്ക് നിങ്ങൾ കടന്ന് കർത്താവിന്റെ പ്രത്യക്ഷം നിങ്ങൾ മഹത്വത്തിന്റെ മേൽ മഹത്വം പ്രാപിക്കണം. ക്രിസ്തുവിന്റെ തുല്യമായ രൂപാന്തരം പ്രാപിക്കണം. മഹത്വത്തിന്റെ ദേശത്തിൽ മഹത്വത്തിന്റെ രാജാവ് ക്രിസ്തുവിനോട് നിങ്ങൾ എന്നതേക്ക് സന്തോഷത്തോടുകൂടി ജീവിക്കണം. ആ ദിവസം സമീപിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളടുത്തു. ഹല്ലേലൂയ. അതുകൊണ്ട് മൂടുപടം നീങ്ങി മുഖത്ത് കർത്താവിന്റെ ദേശത്തിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവുന്ന കർത്താവിന്റെ ദാനമായി തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുമെന്ന് അല്ലെങ്കിൽ 2 കൊരിന്ത്യർ ലേഖനം 3:18 രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. രക്തം ചെയ്യും. അതെ, നമുക്ക് നമ്മുടെ കർത്താവിന് വേണ്ടി ഹൃദയം വിട്ടുകൊടുക്കാം. നമ്മുടെ പാപത്തെ എല്ലാം ഏറ്റുപറഞ്ഞ്, കർത്താവേ, അന്ധകാരം ഭൂമി കൂരിട്ട് ജാതികളും മുഴുപ്പോൾ അങ്ങ് ഞങ്ങളുടെ നിത്യപ്രകാശമായി, അങ്ങയുടെ തേജസ്സായി കർത്താവ് ഞങ്ങളെ മാനിക്കണമേ. ഇന്നത്തെ കഷ്ടത മാറി പുതിയ അനുഭവത്തെ എൻ്റെ കുടുംബത്തിൻ്റെ ഇരുൾ മാറണമേ. എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ മക്കളുടെ, ഭർത്താവിൻ്റെ എല്ലാ ഇരുളും മാറി കർത്താവിയെ തേജസ് കൊണ്ട് നിറക്കണമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, വചനം കേട്ടുകൊണ്ട് കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, തലമുറ എണ്ണത്തിലുള്ള അന്യസംസ്ഥാനത്തുള്ള ആളുകൾ, ഇന്ത്യയിലെ 145 കോടി ജനം, തലമുറ എണ്ണത്തിലുള്ള ലോകരാജ്യം 800 കോടി ജനത്തിനായി പ്രാർത്ഥിക്കുന്ന പാപത്തിന്റെ, ശാപത്തിന്റെ, കൂരിട്ടിന്, അന്ധകാര നടിയിൽ, മദ്യത്തിന്റെ, മൈക്കും, ലഹരിയുടെ, തീവ്രവാദ ഭീകര വർഗീയതയുടെ, അക്രമത്തിന്റെ, രക്തച്ചൊരിച്ചിലെ, കൊള്ളയും കൊലയും, കർത്താവി ഭീഷണികളും ഭീകരവാദങ്ങളും നിറയുന്ന കാലത്ത് അധികാരികൾ, സ്ഥാനമാനങ്ങൾ തമ്മിലടിച്ച് കലഹിച്ച് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിന് പൊരുതുമ്പോൾ, ഹല്ലേലൂയ, എന്റെ നടുവിൽ മനുഷ്യ സാധാരണ വഞ്ചിക്കപ്പെട്ട് മനുഷ്യ ജീവിതം മുഴുവൻ കൂരിട്ടുകൊണ്ട് അന്ധകാരങ്ങൾ ഭയപ്പെട്ട് സമാധാനമില്ലാതെ മനുഷ്യൻ എവിടെയാണ് ആശ്രയം ഓടി നടക്കുമ്പോൾ അതിന്റെ നടുവിൽ കർത്താവ് ഇന്ന് പകലിൽ ജനം മടങ്ങി വന്ന് യേശുക്രിസ്തുവിന് വേണ്ടി അമ്മയെന്ന് സമർപ്പിച്ചു കൊടുക്കേണ്ടകണമേ. എല്ലാ കൂരിട്ടിന് അന്ധകാരത്തിന് അനുഭവങ്ങളും മാറിപ്പോഴും ശൈശവത്തിനും ബാല്യത്തിലും കൗമാരി യൗവനത്തിലും വാർദ്ധക്യത്തിലും ആനുഭവത്തിലും ആശ്രമ യാചകർ ഓർഫനേജോള തടവറയിലായിരിക്കുന്ന ജീവിതങ്ങൾക്കായി തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ, മദ്യത്തിൽ ലഹരിക്ക് അടിപ്പെട്ട കുടുംബങ്ങൾ, അക്രമം രോഗപ്പെട്ട ചിഹ്ന ഭിന്നമായി കിടന്ന കുടുംബങ്ങൾ, ഡിവോഴ്സിന് മുക്കിൽ എത്തിക്കിടന്ന അനവധി കേസുകൾ, ബിസിനസ്സിൽ തകർന്നവർ, കടക്കനയിൽ ജപ്തി നേരിടുന്നവർ, അല്ലുരിയ, ആമേ ക്ഷീരമേഖല, കാർഷികമേഖലയൊക്കെ തകർച്ച പാലിച്ചവർ, അല്ലുരിയ, കർത്താവ്
സ്തോത്രം എല്ലാം സകലം പുതുമയാലും വിദ്യാഭ്യാസ സാമ്പത്തിക മേഖല എല്ലാം തകർന്ന് ധരിപ്പണമായി കിടക്കുമ്പോൾ കർത്താവ് സ്തോത്രം കടലൂരെ വാസിവാസികളെ ആമേ മത സാമൂഹ്യ സാംസ്കാരിക മാധ്യമ മീഡിയ രംഗ സയൻസ് എഞ്ചിനീയർമാർ അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും എല്ലാ രാജ്യരാഷ്ട്ര തലന്മാർ ദ്വീപുകൾ ആദിവാസി ക്ലൈമറ്റ് മേഖല സകല ജനത്തെയും അത്തരത്തിലുള്ള നിയമപാലകർ ക്രമസമാധാന പാലകർ എല്ലാവരും പണത്തിക്ക് കർത്താവെ ഇവരിട്ടുകൊണ്ട് അന്ധകാരം കൊണ്ട് ഭൂമി മുഴുവൻ നിറയപ്പെട്ട കർത്താവെ അധികാര വർഗ്ഗങ്ങൾ കരിനുള്ളിൽ നിൽക്കുമ്പോൾ മനുഷ്യന്റെ ജീവന സ്വത്തിന് സംരക്ഷണം കൊടുക്കാൻ കഴിയാതെ കർത്താവി മൃഗങ്ങൾക്ക് സംരക്ഷണം മനുഷ്യന് ഒരു വിലയില്ലാത്ത ഈ കാലഘട്ടത്തിൽ കർത്താവി ജനത്തെ ചേർത്ത് പിടിക്കുന്നതിനായി ഈ ജനത്തെ ഇവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതപ്പാ ആമി കർത്താവ് അപ്പൻ മകനോട് കരുണ കാണിക്കുന്നത് പോലെ ജനത്തോട് കരുണ കാണിച്ച് കർത്താവ് അങ്ങ് ഈ ജനത്തെ നിത്യപ്രകാശമായി അങ്ങ് ജനത്തെ തേജസ്സായി എല്ലാ കുടുംബത്തിനും വെളിച്ചം വീശുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായി കാലവർഷം കേരളത്തിൽ മുഴുവൻ ഭീതരംഗത്ത് കർത്താവ് പ്രളയങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്. താഴ്ന്ന പ്രദേശത്ത് വലിയവരെ അടിമാനം താമസിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ആമേ കർത്താവ് സുനാമി സോദന വലിയ മരിച്ചിലും ഉൾപ്പെടുന്ന സാധ്യതയുള്ള മേഖലകളിലെ ജനത്തെ ദൈവരെ ഏൽപ്പിക്കുന്ന കർത്താവ് യാത്ര ചെയ്യുന്നവരെ സൂക്ഷിക്കണമേ, കുഞ്ഞുങ്ങളെയൊക്കെ സൂക്ഷിക്കണമേ. കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. സകലമുദ്ര ദൈവദാസിദാസന്മാർക്ക് അവരുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുക എല്ലാവരും അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.